ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിലെ മറ്റൊരു ദിവസം. അപ്പോൾ ഇന്നിപ്പോൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു ബഡ്ജറ്റായിട്ട് എങ്ങനെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാണ്. അതായത് 1 രൂപയുടെ ഇഡ്ഡലി നമ്മൾ 50 രൂപ മുടക്കിയാൽ 50 ഇഡ്ഡലി, 25 രൂപ മുടക്കിയാൽ 25 ഇഡ്ഡലി. അപ്പോൾ എത്രയായി? ഒരു ഇഡ്ഡലിക്ക് 1 രൂപ. അതിനൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അരിയുടെയൊക്കെ വില നോക്കിയിട്ട് പറയാം. ദാറ്റ് ഈസ് റോ റൈസ്, അതായത് പച്ചരി. ഇപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കാൻ പോണ പച്ചരി, പിന്നെ ഡൊപ്പി അരി മീൻസ് ഇഡ്ഡലി അരി. ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഡൊപ്പി അരി എന്ന് പറയുന്നത്. അപ്പോൾ ഇഡ്ഡലി അരി, നിങ്ങളുടെ നാട്ടിൽ ഇഡ്ഡലി അരി എന്ന് പറഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അത് വാങ്ങിക്കുക. ഇഡ്ഡലി അരി, പിന്നെ പച്ചരി. അപ്പോൾ 1 കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഡൊപ്പി അരി. അതിനോടൊപ്പം തൊലിയില്ലാത്ത ഉഴുന്ന് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന്. ഇതാണ് എൻ്റെ ഒരു പ്രൊപ്പോർഷൻ വെച്ച്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നിറച്ച് ഉലുവ. ഇത്ര മാത്രം ചേർത്താണ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചൗവരി. അത് ലാസ്റ്റ് അരയ്ക്കുന്ന സമയത്ത് കുതിർത്ത് ചേർത്താൽ മതി. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പൊക്കെ ചൗവരി വെള്ളത്തിലിടുക, അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് എടുക്കുക. ഞാൻ ഇന്നിപ്പോൾ ചൗവരി ചേർക്കുന്നില്ല. നമ്മളിതിന് മുന്നേ നല്ലൊരു ദോശ ഇഡ്ഡലി ബാറ്ററൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് റെസിപ്പിയാണത്. ഇത് മോശമില്ലാത്തൊരു നല്ല റെസിപ്പിയാണ്. ഇത് സിമ്പിളായിട്ട്, വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വേറെ ഒന്നും ചേർക്കേണ്ട. ഈ 3 കാര്യങ്ങൾ മാത്രം ചേർത്താലും കാര്യം നടക്കും. 3 + 1 4. പിന്നെ ഉപ്പും കൂടെ മതി. അപ്പോൾ ഇതിലിപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ, അപ്പോൾ റോ റൈസ്, അതായത് പച്ചരി കിലോയ്ക്ക് 42 അത്. ഇത് 1/2 കിലോ ആണ് ഞാൻ മേടിച്ചത്, 21. അതിൻ്റെ നേർ പകുതി. പിന്നെ അതുപോലെ ഡൊപ്പി അരി അഥവാ ഇഡ്ഡലി അരി 1 കിലോയ്ക്ക് 47 രൂപ. അതിൻ്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ 1/2 കിലോ 24 രൂപ. അപ്പോൾ അങ്ങനെ 24ഉം 21ഉം എത്രയായി? 24ഉം 21ഉം 45. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉഴുന്നും കൂടി ചേർക്കുന്നു. ഉഴുന്നും സെയിം പ്രൊപ്പോർഷനിൽ. അപ്പോൾ ഏകദേശം സിമിലറാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ. ഇപ്പോൾ എല്ലാം കൂടി ഒരു 60 രൂപയുടെ സാധനമാണ്. 1/2 കിലോ ആണെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ നേർ പകുതി എടുത്താണ് വെള്ളത്തിൽ ഇടാനായിട്ട് വെള്ളത്തിലിടാൻ പോവുകയാണ്. എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് 1/4 കിലോ ഡൊപ്പി അരി, 1/4 കിലോ പച്ചരി ആൻഡ് 1/4 കിലോ ഉഴുന്ന്. എന്ന് വെച്ചാൽ അത് 1/4 കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കപ്പ് അളവ് വെച്ചിട്ട് ഞാൻ പറയാം. 1 കപ്പ്. അത് അളന്ന് നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ നോക്കി, ഇച്ചിരി ബാക്കി വരും, അത്രേ ഉള്ളൂ. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് എടുക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1/2 കിലോയിൽ ഇത്രയും ബാക്കി വരും. ഒരു ചെറിയൊരു അരപ്പിടി വരെ ബാക്കി വരും. അപ്പോൾ 1 കപ്പ് 240 ml കപ്പാണ് എനിക്ക്. 1 കപ്പ് പച്ചരി വെള്ളത്തിലിടാം, 1 കപ്പ് ഡൊപ്പി അരി വെള്ളത്തിലിടാം. എല്ലാം പ്രത്യേകം കഴുകി വെള്ളത്തിലിടുക. ഓക്കെ. നന്നായിട്ട് കഴുകുക, എന്നിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കുക. ഒരു 6-8 മണിക്കൂർ കുതിർന്നോട്ടെ. പിന്നെ ഉഴുന്നും അതുപോലെ 1 കപ്പ് എടുക്കുന്നു. അപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്. 2 ടൈപ്പ് അരിയും കൂടെ ചേർന്ന് 2 കപ്പ് വരുമല്ലോ. 1 കപ്പ് ഉഴുന്നും എടുക്കുന്നു. അതിനോടൊപ്പം 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി അളന്ന പാത്രത്തിലേക്ക് മാറ്റി, 1 കപ്പ് ഡൊപ്പി അരി പാത്രത്തിലേക്ക് മാറ്റി. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്നും കൂടി ഇതുപോലെ അളന്ന് ചേർക്കാം. ഉഴുന്നിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇനി എല്ലാം തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം. അതിപ്പോൾ നല്ല തെളിനീര് പോലെ ആയല്ലോ. എന്നിട്ട് കാര്യം ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഴുകിയെടുക്കുക. അതേ നോക്കിക്കോളൂ. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. വെള്ളത്തിൽ കുതിരാൻ വെച്ച കാര്യം കണ്ടല്ലോ. ഇനി ഇത് കുതിർന്ന് കഴിഞ്ഞിട്ട് 6 to 7 hours കൊണ്ട് നന്നായിട്ട് കുതിർന്നിട്ട് ഞാനിതൊന്ന് അരയ്ക്കും. അരയ്ക്കുന്ന സമയത്തും കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി അരച്ച് തുടങ്ങാം. അപ്പോൾ 6 to 8 hours കുതിർത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഡൊപ്പി അരി അഥവാ ഇഡ്ഡലി അരി വെള്ളത്തിൽ നിന്നും ഊറ്റി നന്നായിട്ട് കുതിരണം, എന്നാലേ നന്നായിട്ട് അരയുള്ളൂ. ഇങ്ങനെ തരിതരിപ്പായിട്ട് അരഞ്ഞ് തുടങ്ങി, പക്ഷേ കുറച്ചുകൂടി അരയണം. കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താലും മതി. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ അരിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഇത് ഡൊപ്പി അരി അഥവാ ഇഡ്ഡലി അരി അരച്ച് കഴിഞ്ഞു. ഇനി മിക്സിയുടെ ജാർ കഴുകൊന്നും വേണ്ട, അല്ലാണ്ട് ഇതിനകത്ത് പച്ചരി കുതിർത്തതും കൂടി ചേർക്കാം. അപ്പോൾ സെയിം ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കപ്പ് പച്ചരി ആൻഡ് 1 കപ്പ് ഡൊപ്പി അരി. ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം
നോക്കിയിട്ട്. ഇത് നോക്കിയപ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നു. ഇറ്റ്സ് വെരി ഹാർഡ്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഓക്കെ. അപ്പോൾ ഐസ് വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ. ഇപ്പം നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം മാറ്റി വെക്കുകയാണെങ്കിൽ ആ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതായത് ഉഴുന്നും ആ വെള്ളവും കൂടി ചേർന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉഴുന്നിനെ അരക്കാറാകുമ്പോൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കണം. കുറച്ച് മുന്നേ വെള്ളം നല്ല തണുത്തിരിക്കുകയും ചെയ്യും. ആ വെള്ളം ഒഴിക്കുകയാണ് നല്ലത്. ഇപ്പോൾ മിക്സി ആയതുകൊണ്ടല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാകും. ഞാൻ അടുത്ത് പച്ചരി അരച്ചതും ഡൊപ്പി അരി അരച്ചതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇതിൽ ചെറിയ തരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങ് ഫൈൻ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ മഷി പോലെ ആണ് എങ്കിലും എന്തേ നമുക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ തരി കാണാൻ പറ്റും. അങ്ങനെയാണ് ഓക്കെയാണ്. പക്ഷേ ഉഴുന്ന് നന്നായിട്ട് അരയണം. നല്ല ഫ്ലഫി ആയിട്ട് അരച്ചെടുക്കണം. അതെ, ഉഴുന്നിൻ്റെ നമ്മളിതിൽ തന്നെ ആ ഉലുവയും കൂടി ഉള്ളതുകൊണ്ട് നന്നായിട്ട് കുതിർന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. 2 പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. ഇത് നോക്കിക്കോളൂ. ആ ഉലുവയും കൂടി ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഒരു ചെറിയ കളർ ഡിഫറൻസ്. ഓക്കെ, കാര്യമില്ല. ഇനി ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഉഴുന്നും 1 കപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവ. ഇതും നല്ല ഫ്ലഫി ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ സെക്കൻഡ് ലോട്ടും അരച്ച് കഴിഞ്ഞു. ഉഴുന്ന് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിലാണ് അതിൻ്റെ ട്രിക്ക് ഓർ ദ മാജിക് ഹാപ്പൻസ്. ഇൻഗ്രീഡിയൻസിനില്ലാന്നല്ല, ഇൻഗ്രീഡിയൻസിനുണ്ട്. പക്ഷേ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കിട്ടി നാച്ചുറൽ ഫെർമെൻറ്റേഷന് കുറച്ചുകൂടി സഹായിക്കും. ഉപ്പിട്ടിട്ട് വേണമെങ്കിലും വെക്കാം, ഉപ്പിടാതെയും വെക്കാം. ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് മാവ് കലക്കി വെക്കാൻ പോണേ. നോക്കൂ, നല്ല ഫ്ലഫി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? കാണുമ്പോൾ അറിയാമല്ലോ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ടെക്സ്ചറും. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇതിരുന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത്ര ഒരു സ്പേസ് ഇട്ടേക്കാം. ഓക്കെ, ഇങ്ങനെ അടച്ചാൽ മതി. സോ വെയിറ്റിംഗ് ടൈം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഞെകിടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചല്ലേ, ഒരു ശകലം ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. ഇത് നല്ല ഫെർമെൻറ്റഡ് ആകുന്നത്. ഫെർമെൻറ്റഡ് ആകുമെന്ന് വെച്ചാൽ ഒരു സൈസിൽ കുറച്ചുകൂടെ കൂടുതലാകും. നല്ല പൊങ്ങി വരും. ഇച്ചിരി ആപ്പത്തിൻ്റെ മാവ് പോലെയല്ല, എന്നാലും ഒരു നല്ല ഫ്ലഫി ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ടൊരു 8 മുതൽ 10 മണിക്കൂറോ 12 മണിക്കൂറോ കൊടുത്താലും തെറ്റില്ല. അത് ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ്. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചൂട് കുറവാണല്ലോ, അപ്പോൾ കൂടുതൽ സമയം ഫെർമെൻറ്റേഷന് വേണ്ടി വരും. എനിവേ, രാവിലെ ഉപയോഗിക്കാനാണെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിക്ക് അരച്ച് കലക്കി വെക്കുക. രാവിലെ 7-8 മണിയൊക്കെ ആകുമ്പോൾ സെറ്റായിരിക്കും. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതൊന്ന് ഫെർമെൻറ്റഡ് ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല ഇഡലി മാവ്. അത് കഴിഞ്ഞ് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ ഇതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് അരിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് 1 കപ്പ് 1:1 അങ്ങനെ ആ രീതി. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ എല്ലാം നോക്കി വരുമ്പോൾ ഏകദേശം ഒരു റഫ്ലി നമുക്കൊരു 25 ഇഡ്ഡലി. ഇപ്പോൾ സൈസ് അനുസരിച്ചിട്ടാണ്. കുറച്ചുകൂടി ചെറിയ ഇഡ്ഡലി ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മോൾഡ് ഏറ്റവും മുകളിലത്തെ തട്ട് കുറച്ച് വലിയ ഇഡ്ഡലിയാണ്, താഴത്തെ 2 തട്ടും കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ എല്ലാം ആ സൈസിൽ എടുക്കുകയാണെങ്കിൽ 30 ഇഡ്ഡലി എനിക്ക് കിട്ടും. ഏറ്റവും മുകളിലത്തെ തട്ട് കുറച്ച് വലുതായതുകൊണ്ട് 25 ആക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരുപോലത്തെ സൈസിൽ എടുക്കുകയാണെങ്കിൽ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ 60 ഇഡ്ഡലി കിട്ടും. ആ 60 ഇഡ്ഡലി ഡിവൈഡഡ് ബൈ 60 റുപ്പീസ് എല്ലാം കൂടെ ഉഴുന്ന് അരി ഈ 3ൻ്റെയും കൂടെ വില നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. നിങ്ങൾക്ക് 1 രൂപയാകുള്ളൂ ഒരു ഇഡ്ഡലിക്ക്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് അരച്ചതും പിന്നെ എന്താ പറയുക കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാനത് പിന്നെ പൊങ്ങാനായിട്ട്, അതായത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചത് കണ്ടല്ലോ. അപ്പോൾ ആ ഫെർമെൻറ്റഡ് ടൈം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. മോർ ദാൻ 8 hours. ഓക്കെ, അപ്പോൾ എത്ര കൂടുതലൊരു 8 മുതൽ 10 മണിക്കൂറാണ് അതിൻ്റെ ഒരു ടൈം. ഓക്കെ, എന്തായാലും നമ്മുടെ മാവ് അത്യാവശ്യം ഫെർമെൻറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് നോക്കിക്കോളൂ. ഇങ്ങനെയാണ് നമ്മൾ അടച്ച് വെച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ദിസ് ഇസ് ദി ഫെർമെൻറ്റഡ് മാവ്. കാണുമ്പോൾ അറിയാമല്ലോ, നല്ല പൊലിച്ചിരിക്കുന്നത്, പതഞ്ഞിരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും.
അങ്ങനെ ഇഡ്ഡലി മാവ് റെഡി. ഇനി ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഇഡ്ഡലിയുടെ തട്ടുകളിലേക്ക് മാറ്റാം. ഇഡ്ഡലി പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു. വെള്ളം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി തട്ടിൽ ഇച്ചിരി എണ്ണ തടവാം. എണ്ണ എന്ന് പറയുമ്പോൾ നല്ലെണ്ണ തടവുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ലെണ്ണ തടവി കൊടുക്കാം. ഇത് 3 തട്ടുള്ള പാത്രമാണ്, പക്ഷെ ഞാൻ താഴത്തെ തട്ടിൽ വെച്ചിട്ടില്ല. മുകളിലുള്ള 2 തട്ടിൽ വെക്കാമെന്ന് വിചാരിക്കണം. ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി, എന്തായാലും ഇത് പൊങ്ങും. അപ്പോൾ 5 ഇഡ്ഡലി ഒരു തട്ടിൽ, ഇത് അതിൻ്റെ മുകളിലത്തെ തട്ട്. ഇനി അടച്ചു കൊടുക്കാം. തീ കൂട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തിളയ്ക്കും. ഇങ്ങനെ പകുതി തിളയായി വരുന്നു. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 10 മിനിറ്റിനകത്ത് സ്റ്റീം ചെയ്താൽ മതി, 7 to 10 minutes. അപ്പോൾ ഇഡ്ഡലി റെഡിയാവും. ഓക്കെ, അപ്പോൾ അത് വെയിറ്റിംഗ് ടൈം. ഇപ്പോൾ ഇത് 10 ഇഡ്ഡലിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെറ്റ് വയ്ക്കാം. ഏകദേശം ഒരു 8 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, ഇഡ്ഡലി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഇഡ്ഡലി. യെസ്, ഇനി തീ ഓഫ് ചെയ്തിട്ട് ചെറിയ തീയിലിടാം. എന്നിട്ട് നമുക്ക് തട്ട് മാറ്റാം. ഇനി ഇതിൽ ചൂടോടുകൂടി ഇച്ചിരി വെള്ളം, നമുക്ക് തണുത്ത വെള്ളം ഇങ്ങനെ തളിച്ച് വെക്കണം, സോ ദാറ്റ് പെട്ടെന്ന് കൂളാകും. ഡീമോൾഡിങ് എളുപ്പമാക്കാനാണ് ഇഡ്ഡലിക്ക് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇച്ചിരി തണുത്ത് കഴിഞ്ഞു. ദേ, ഫ്ലഫി ഇഡ്ഡലീസ് റെഡി. ഇപ്പോൾ ഒരു 10 ഇഡ്ഡലി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു 10 ഇഡ്ഡലിയും കൂടി ഞാൻ മോൾഡിലേക്ക് ഒഴിക്കാൻ പോകണം. അതേ മോൾഡിൽ തന്നെ വീണ്ടും എണ്ണ തടവുന്നു. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, പിന്നെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. ഫുൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാം. സോ മോൾഡ് ഈസ് ഓൾസോ റെഡി. വീണ്ടും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ 10 ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ 20 ഇഡ്ഡലിയായി. ഇനി ഒരു 5 ഇഡ്ഡലി കൂടുതൽ മാവ്, 5 ഇഡ്ഡലിക്കും കൂടി ഉള്ള മാവ്, അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ, ബാക്കിയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ടോട്ടൽ കണക്ക് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, എത്ര രൂപ നമ്മൾ മുടക്കി, എത്ര ഇഡ്ഡലി കിട്ടി, അപ്പോൾ ഒരു ഇഡ്ഡലിക്ക് എത്ര രൂപയായി. ഇതിങ്ങനെ ചില്ലറ കണക്ക് ഞാൻ പറയുന്നു എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഒരു ജീവിതത്തിൽ എല്ലാത്തിനും ഒരു കണക്ക് വയ്ക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നെ ഇത്രയും ചിലവേറിയ ഒരു സാഹചര്യത്തിൽ, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ലാവിഷായിട്ട് പൈസ ഉണ്ടാവണം എന്നില്ല. വളരെ ചെറിയ പൈസയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. വീട്ടിൽ കുറച്ച് തുച്ഛമായ ഒരു ബഡ്ജറ്റിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കി ഒരു ബഡ്ജറ്റഡായിട്ട് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ലാഭമാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ വീട്ടിൽ ഒരു ഇഡ്ഡലിക്ക് അപ്പോൾ നമുക്ക് 1 രൂപയാകുള്ളൂ. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു 10 രൂപ കൊടുക്കണം ഒരു ഇഡ്ഡലിക്ക്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ വളരെ സിമ്പിളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇക്കണോമിക്സ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെപ്പോഴും ഇഡ്ഡലിക്ക് മാവരയ്ക്കും, ഇഡ്ഡലി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, പിന്നെ അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. ഇത്രയും മാവാണ് ബാക്കിയിരിക്കുന്നത്. ഇത് 5 ഇഡ്ഡലിക്കുള്ളതുണ്ട്.
സുഖമായിട്ടുണ്ടാക്കാം. നമ്മളിപ്പോൾ അരച്ച് വെക്കുമ്പോൾ ഒരു 10 to 12 hours ഫെർമെൻറ്റേഷൻ കൊടുക്കുക. ക്ലൈമറ്റും ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഭയങ്കര തണുത്ത ക്ലൈമറ്റ് മഴക്കാലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉഴുന്ന് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം കളയരുത്, അത് മാറ്റി വെച്ചിട്ട്. കാര്യം ആദ്യം നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ടാണ് കുതിരാൻ വയ്ക്കുന്നത്. അപ്പോൾ ആ കഴുകാനായിട്ട് അത്രയും നന്നായിട്ട് കഴുകുന്നുണ്ട്, ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. ആ വെള്ളം ഫെർമെൻറ്റഡ് വെള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ ഉഴുന്ന് കുതിർന്ന വെള്ളം വളരെ നല്ലതാണ്. ആ വെള്ളം ഒഴിച്ച് തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ആ ഉഴുന്നും ഉലുവയും കൂടി കുതിർന്ന വെള്ളം, ആ വെള്ളം മാറ്റി വയ്ക്കുക. ഓക്കെ. പിന്നെ ഉഴുന്ന് നല്ലതായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ആ വെള്ളം അപ്പോൾ ഇച്ചിരി ഒന്ന് തണുക്കും. ആ തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. കാര്യം ഇത് മിക്സിയിലായതുകൊണ്ട് ചൂടാകും. ഇപ്പോൾ ഗ്രൈൻഡറിലൊക്കെയാണ് നമ്മൾ അരിക്കുന്നതെങ്കിൽ ചൂടാകില്ല. പക്ഷേ മിക്സി കുറച്ച് ചൂടാകുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഇച്ചിരി തണുത്ത വെള്ളം. ഇനി അല്ല നമുക്ക് ഐസ് വാട്ടർ ഒഴിച്ചും ചെയ്യാമല്ലോ. പക്ഷേ ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ ഇഡലി സോഫ്റ്റ്നെസ്സും ആ ഫ്ലഫിനെസ്സും കൂട്ടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 6-7 മണിക്കൊക്കെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ കറക്റ്റ് ആയിരിക്കും. 7-8 മണിക്കൊക്കെ എടുക്കുമ്പോൾ നല്ല ഇതായിരിക്കും. ഇനി ഈവനിംഗ് ആണ് ഉണ്ടാക്കണമെങ്കിൽ രാവിലെ തന്നെ അരച്ച് വയ്ക്കുക. രാത്രി ഒരു 8-9 മണിയാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10 to 12 hours ഫെർമെൻറ്റേഷൻ സമയം കൊടുക്കുക. ഏകദേശം ഒരു 8 മിനിറ്റ് സമയം കഴിഞ്ഞു. വാവ്, നല്ല സോഫ്റ്റ് ഫ്ലഫി വെടിച്ച് വരുന്നുണ്ട് ഇങ്ങനെ. അത്രയും നല്ല പെർഫെക്റ്റാണ്. തീ ഓഫ് ചെയ്യാം. ഇനി ഒരു 5 എണ്ണത്തിന് കൂടി ഉണ്ട് കേട്ടോ മാവ്. ഞാൻ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ കുറച്ച് വെള്ളം തളിച്ച് വയ്ക്കാം. തണുത്ത വെള്ളം പെട്ടെന്ന് കൂളാകും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അടുത്ത സെറ്റ് ഓഫ് ഇഡ്ലീസും അവിടെ റെഡി. ഈസി ആയിട്ട് ഇളക്കി തണുക്കാനായിട്ട് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്തു. ആഹാ, ഇഷ്ടം പോലെ ഇഡ്ഡലിയുടെ ബഹളം. അങ്ങനെ ടോട്ടൽ 20 ഇഡ്ഡലി ആയിക്കഴിഞ്ഞു. യെസ്. വീണ്ടും എണ്ണ തടവി വീണ്ടും 5 ഇഡലി സെറ്റ്. ഓക്കെ, വയ്ക്കാൻ സ്ഥലമില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത്രയ്ക്ക് കൂടുതലുണ്ട് നമുക്ക് ഇഡ്ഡലി. അങ്ങനെ കറക്റ്റ് പറഞ്ഞാൽ 25 ഇഡ്ഡലീസ് ഇവിടെ റെഡിയാണ്. ഓക്കെ, എല്ലാം സെറ്റ്. ഇതൊന്നും മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, ഫ്ലഫിയാണ്. ഭാഗം നോക്കൂ, വെരി സോഫ്റ്റ്. ഇത്രയും സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഇഡ്ഡലീസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വർക്കൗട്ട് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു 45 rupees. പിന്നെ നമ്മൾ ഫ്യൂവലിൻ്റെ പൈസയും കൂടെ ചേർത്ത് ഒരു 50 രൂപ അത് വെച്ചോളൂ. ലേബർ കോസ്റ്റ് ഇടുന്നില്ല. അപ്പോൾ 50 രൂപയ്ക്ക് നമുക്ക് 50 ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ നേരെ പകുതിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 25 രൂപയ്ക്ക് ഞാൻ 25 ഇഡ്ഡലി ഉണ്ടാക്കി. ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് 50 ഇഡ്ഡലി. അതായത് 1/2 കിലോ റൈസ്, എല്ലാം 1/2 കിലോ വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ആ 1/2 kg പകുതി വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ബാക്കി കൂടെ ചേർക്കുകയാണെങ്കിൽ 1/2 kg. അപ്പോൾ 1/2 kg എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 45 rupees ആകും. അത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ 50 ഇഡ്ഡലിയും കിട്ടും. അപ്പോൾ ഒരു ഇഡ്ഡലിക്ക് എത്ര രൂപയായി? 1 രൂപ. കാര്യം ഈ ഫ്യൂവൽ പൈസയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. 1 രൂപയ്ക്ക് 1 ഇഡ്ഡലി. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ചമ്മന്തി ആകാം, സാമ്പാറാകാം, പിന്നെ ചില ആൾക്കാർ സ്റ്റ്യൂ ഒക്കെ വെച്ചിട്ട് ഇഡ്ഡലി കഴിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ എത്ര ആൾക്കാരുണ്ട് അതനുസരിച്ചിട്ട്. ഇപ്പോൾ 25 ഇഡ്ഡലിയൊന്നും നമുക്ക് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ 1/4 കിലോയുടെയാണ് ഞാൻ അരച്ച് വെച്ചത്. ഇപ്പോൾ 2 ദിവസമായിട്ട് എടുത്താൽ മതി എനിക്ക് വേണമെങ്കിൽ. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 12-12.5 രൂപയാകുള്ളൂ ചിലവ്. അപ്പോൾ 12, അപ്പോൾ ഏകദേശം ഒരു 12 ഇഡ്ഡലി നമുക്ക് കിട്ടുമല്ലോ. 12-12.5 ഇഡ്ഡലി, എന്നാലും 12 എന്ന് വെച്ചോളൂ. ഒരു 4 പേരുള്ള വീട്ടിൽ 4 3s are 12. 3 ഇഡ്ഡലി കൂടുതലൊന്നും കഴിക്കില്ല. ചിലപ്പോൾ ഒരാൾ 4 കഴിച്ചാൽ മറ്റൊരാൾ 3 ആയിരിക്കും കഴിക്കുന്നത്. എന്തായാലും ഒരു 12 ഇഡ്ഡലി കൂടുതൽ വേണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 2 ദിവസമായിട്ട് എടുക്കാം. 12 rupees പെർ ഡേ ആണ് ചിലവ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡ്ഡലിക്ക് മാത്രം. നമ്മളിപ്പോൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഒരു ഇഡ്ഡലിക്ക് 10 രൂപ. അപ്പോൾ 120 രൂപ ഇഡ്ഡലിക്ക് മാത്രമാണ്.
ഇപ്പോൾ മനസ്സിലായല്ലോ ഡിഫറൻസ്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഞാനിപ്പോൾ ആഗ്രഹിച്ചത് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തന്നതാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്, പക്ഷേ നിങ്ങൾ ആരും ഇതിൻ്റെ ഒരു ഇക്കണോമിക്സ് നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത്രയും സിമ്പിളാണ്. നമുക്ക് ഇഡ്ഡലി വീട്ടിലുണ്ടാക്കിയാൽ ഇതേ മാവ് നമുക്ക് ദോശയ്ക്കും ഉപയോഗിക്കാം. പക്ഷേ ഇഡ്ഡലി ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാം. പിന്നെ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഫ്ലഫി ഇഡ്ഡലിയാണ്. മാക്സിമം സമയം ഫെർമെൻറ്റേഷന് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി ഇതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറേ കൂടെ വെളുത്ത ഇഡ്ഡലിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചൗരിയും കൂടി കുതിർത്ത് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ കുറച്ച് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം. ഇത് സിമ്പിളായിട്ട് ആകെപ്പാടെ 3 കാര്യങ്ങൾ ഉലുവയും കൂടെ ചേർത്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് വരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അതിലൂടെയാണ് ഞാൻ അറിയുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.